ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തേർഡ് സെമസ്റ്ററിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ FIU GP, അതായത് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് BCom കുട്ടികളുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് മേജർ സബ്ജക്റ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. യൂട്യൂബിൽ നമ്മൾ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിലബസ് കുറച്ചും കൂടി ഈസി ആണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ടെക്സ്റ്റ് വെച്ച് മുൻപത്തെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു പേപ്പറാണ് മേജർ കോഴ്സിൽ വരുന്ന കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ തേർഡ് സെമസ്റ്റർ BComകാർക്കാണ് ഈ ഒരു സബ്ജക്റ്റ് വരുന്നത്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് വരുന്നത്. അപ്പോൾ നമ്മൾ വിനോദ് സാറിൻ്റെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഇന്ന് ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കോണ്ടൻറ്റ്സ് ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ ഷെയർസ് ആണ്. നമ്മൾ മുൻപ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ള ഷെയറും ഡിബഞ്ചറും പ്രിഫറൻസ് ഷെയറും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ഫോർ ഷെയർസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. നെക്സ്റ്റ് അക്കൗണ്ടിങ് ഫോർ ഡിബഞ്ചർ. ഷെയർ പഠിച്ച കുട്ടിക്ക് ഡിബഞ്ചർ വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. അതുപോലെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ, ബോണസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ. ഇതിൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറും ബോണസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ ഒക്കെ കഴിഞ്ഞ വർഷത്തെ, ഇത് മുൻപത്തെ സീനിയർ ബാച്ചിൻ്റെ മുൻപത്തെ 3 ഇയർ ഡിഗ്രിക്കും ഈ സെയിം ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു. അതുപോലെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, എനിക്ക് തോന്നുന്നു സിലബസ് അനുസരിച്ച് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് ഈസി ആക്കിയിട്ടുണ്ട് മുൻപത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ അക്കൗണ്ടിങ് ഓഫ് ബാങ്കിങ് കമ്പനി, ഈ ബാങ്കിങ് കമ്പനീസിൻ്റെ അക്കൗണ്ടിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് വൈഡായിട്ടുള്ള ടോപ്പിക്സുകളൊന്നും അതിൽ കയറി വന്നിട്ടില്ല. കുറച്ച് ഷോർട്ടായിട്ടുള്ള പ്രൊവിഷൻ കാണുന്നത് എങ്ങനെ, റിസർവ് എങ്ങനെ മാറ്റിവെക്കും, ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. അതുപോലെ അക്കൗണ്ടിങ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ്, ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറയുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് പോവുക. എക്സാമാണ് വരാൻ പോകുന്നത്. അപ്പോൾ തേർഡ് സെമസ്റ്ററിൻ്റെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ, താങ്ക്